മാധവിക്കുട്ടി 1932 പുന്നയൂർക്കുളത്ത് പ്രശസ്തമായ നാലപ്പാട്ട് തറവാട്ടിലാണ് മാധവിക്കുട്ടിയുടെ ജനനം. VM നായരുടെയും നാലപ്പാട്ട് ബാലാമണിയമ്മയുടെയും മകളായി പിറന്ന മാധവിക്കുട്ടിക്ക് സാഹിത്യവാസന ജന്മസിദ്ധമായി ലഭിച്ച പൈതൃക വരദാനമായിരുന്നു. മാതൃത്വത്തിൻ്റെ കവിയത്രി എന്ന് വിശേഷിക്കപ്പെടുന്ന അമ്മ ബാലാമണിയമ്മയുടെ എഴുത്തിൻ്റെ വിരൽ പിടിച്ചാണ് മാധവിക്കുട്ടി വളർന്നത്. പതിനാലാമത്തെ വയസ്സിൽ സോഫിയ വാഡിയ എഡിറ്ററായ പെൻ മാസികയിലാണ് യുദ്ധത്തെക്കുറിച്ച് എഴുതിയ തൻ്റെ ആദ്യ ഇംഗ്ലീഷ് കവിത കമല പ്രസിദ്ധീകരിക്കുന്നത്. 18 വയസ്സുള്ളപ്പോഴാണ് മാധവിക്കുട്ടി എന്ന തൂലികാനാമം സ്വയം സ്വീകരിച്ചത്. വിവാഹപൂർവ്വ ബന്ധവുമായി ബന്ധപ്പെട്ട പുഴ വീണ്ടും ഒഴുകുന്നു എന്ന കഥ താനാണ് എഴുതിയതെന്ന് അച്ഛൻ അറിയാതിരിക്കാനാണ് ഇത്തരമൊരു പേരുമാറ്റം സ്വീകരിച്ചത്. പിന്നീട് ആ തൂലികാനാമം മലയാള സാഹിത്യത്തിൽ സുവർണാക്ഷരങ്ങളിൽ തീർത്ത അനശ്വര കീർത്തിസ്തംഭമായി മാറുകയായിരുന്നു. മലയാളത്തിൽ മാധവിക്കുട്ടിയായും ഇംഗ്ലീഷിൽ കമലാദാസായും അവർ ദേശഭാഷാതിർത്തികളെ അതിലംഘിച്ച് വളർന്നു. Kamala Surayya's very first collection of English poems, Summer in Calcutta, broke new ground in English poetry and made her an iconoclast of her generation. When we go through her poems in Summer in Calcutta, Alphabet of Lust, The Sirens, etc., we know that her voice was feminine to the core, often confessional ways, which spoke about the women's desire and her unending thirst for true love. According to her, poetry was the April sun squeezed like an orange juice and the heat permeates into the minds of readers forever. ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും മധ്യവയസ്സിലും വാർദ്ധക്യത്തിലുമുള്ള മലയാള സ്ത്രീയുടെ വൈകാരിക അനുഭവങ്ങളെ ഇത്രമേൽ ഭദ്രമായി ആവിഷ്കരിച്ച മറ്റൊരാളും മലയാളത്തിലില്ല. സരസ്വതി അമ്മയ്ക്കും ലളിതാംബിക അന്തർജനത്തിനും ശേഷം മലയാള സാഹിത്യത്തിൽ മാറ്റൊലിക്കൊണ്ട കരുത്തുറ്റ സ്ത്രീ ശബ്ദമായിരുന്നു മാധവിക്കുട്ടിയുടേത്. മാധവിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം യൗവനം ഒരിക്കലും നഷ്ടപ്പെടാത്ത മനസ്സിനുടമയായിരുന്നു മാധവിക്കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഏകാന്തതയും പൊട്ടിച്ചിരിയും സ്വപ്നങ്ങളും കരച്ചിലുമൊക്കെ മറയില്ലാതെ ആവിഷ്കരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സ്നേഹിച്ചും കലഹിച്ചും പതിറ്റാണ്ടുകളോളം മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ അവർക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു. അതുപോലെ തന്നെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള മനുഷ്യ മനസ്സിൻ്റെ അദമ്യമായ വാസനകൾ മാധവിക്കുട്ടിയുടെ മിക്ക കഥകളിലും വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ മലയാള സാഹിത്യത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഒരു വലിയ പ്രതിഭാശാലിയായ എഴുത്തുകാരിയായി നമുക്ക് മാധവിക്കുട്ടിയെ കണക്കാക്കാം. അവർ അവശേഷിപ്പിച്ചു പോയ സിംഹാസനം അത് എല്ലാ കാലത്തേക്കും ശൂന്യമായി തന്നെ കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ത്രൈണ പ്രകൃതിയുടെ നാനാനുഭവങ്ങളെ തീവ്രമായി ആവിഷ്കരിക്കുമ്പോഴും
താനൊരു ഫെമിനിസ്റ്റ് അല്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. ഫെമിനിസ്റ്റ് പൊങ്ങച്ചങ്ങളെ പുച്ഛത്തോടെ മാത്രം കണ്ട മാധവിക്കുട്ടി സ്ത്രീത്വത്തിന് അർത്ഥമുണ്ടാകുന്നത് പുരുഷൻ്റെ സാന്നിധ്യത്തിലാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കുമ്പോഴാണ് കമലയുടെ കലാവൈദഗ്ധ്യം അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരുന്നത്. പുന്നയൂർക്കുളത്തിൻ്റെ ഗ്രാമജീവിതവുമായി ഇഴചേർന്ന് നിൽക്കുന്നവരാണ് മാധവിക്കുട്ടിയുടെ മിക്ക സ്ത്രീ കഥാപാത്രങ്ങളും. സമൂഹത്തിൻ്റെ സദാചാര കാപട്യങ്ങളുടെ ഊതിവീർപ്പിച്ച ബലൂണുകളെ കമലാ സുരയ്യ എഴുത്തിലൂടെയും വരയിലൂടെയും ഭാഷണമൂർച്ചകളിലൂടെയും കുത്തിപ്പൊട്ടിക്കുകയാണ് ചെയ്തത്. യാഥാർത്ഥ്യവും ഭാവനയും കൂടിക്കലർന്ന എൻ്റെ കഥ എന്ന ആത്മകഥാഖ്യാനം മലയാളത്തിലൊരു പ്രകൃതിക്ഷോഭമായി മാറിയ കൃതിയാണ്. കമലയായും മാധവിക്കുട്ടിയായും കമലാ സുരയ്യയുമൊക്കെയായി നടന്ന രൂപാന്തരങ്ങളിലും അവരുടെ വിക്ഷോഭകരമായ പ്രകൃതിവാസനകളുടെ ഊർജപ്രവാഹമാണ് നാം അറിയുന്നത്. മാധവിക്കുട്ടി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്. അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കഥ പുറത്തിറങ്ങിയ ശേഷം അശ്ലീല ചുവയുള്ള നിരവധി കത്തുകൾ ലഭിച്ചതായും ആഭാസം നിറഞ്ഞ ഫോൺ വിളികൾ ഉണ്ടായതായും ഒക്കെ. ശ്ലീലാശ്ലീലങ്ങൾ തിരിച്ചറിയാത്ത ഒരു നാടിൻ്റെ പ്രത്യേകതയാണിത്. ശ്ലീലാശ്ലീലങ്ങളെക്കുറിച്ച് മാധവിക്കുട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് അവർ തന്നെ പറഞ്ഞിട്ടുള്ളത്, ബലാത്സംഗം അശ്ലീലമാണ്, എന്നാൽ സ്നേഹിക്കുന്നവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് അശ്ലീലമാണുള്ളത്? എനിക്ക് തോന്നുന്നത് വായനയെ ഗൗരവമായി കാണുന്നവരല്ല പ്രധാനമായും മാധവിക്കുട്ടിയുടെ രചനകൾക്ക് അശ്ലീലമുദ്ര ചാർത്തിക്കൊടുത്തിട്ടുള്ളതെന്നാണ്. കവിത എങ്ങനെ പഠിപ്പിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയുന്ന ഒരു നാടാണിതെന്ന് ഓർക്കണം. ശാരീരികതയും കവിഞ്ഞു നിൽക്കുന്ന രതി മൃതികളുടെ അനുഭവ തലങ്ങളാണ് മാധവിക്കുട്ടി ഏറെയും ആവിഷ്കരിച്ചിട്ടുള്ളത്. പക്ഷിയുടെ മണം പോലുള്ള കഥകൾ ഓർക്കുക. എന്തായാലും മാധവിക്കുട്ടിയുടെ രചനകൾ സദാചാര ബോധത്തെ തകർക്കുന്നവയല്ലെന്നതിൽ സംശയമില്ല. അതേസമയം കപട സദാചാര ബോധത്തെ അത് ഉലച്ചുവെന്നും വരാം. സ്നേഹിച്ചും കലഹിച്ചും കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലം മലയാള മനസ്സിൽ നിറഞ്ഞു നിന്ന കമല ഇന്ന് നമ്മോടൊപ്പമില്ല. മലയാള സാഹിത്യാരാമത്തിൽ നീർമാതള പൂക്കളുടെ സുഗന്ധം നിറച്ച മാധവിക്കുട്ടി എന്ന കമലാ സുരയ്യ 2009 മെയ് 31 അരങ്ങൊഴിഞ്ഞു. സാഹിത്യത്തിൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരപൂർവ പ്രതിഭാസമാണ് അസ്തമിച്ചത്. എങ്കിലും അവരവശേഷിപ്പിച്ചു പോയ കാവ്യ കൗതുകങ്ങളുടെ ചന്ദനഗന്ധം മലയാള സാഹിത്യവാടിയിൽ അനശ്വരമായി തന്നെ നിലനിൽക്കും. വിട പറയുന്നു ഞാൻ ഏറെ സ്നേഹിച്ച എൻ്റെ ഭവനമേ, പ്രിയ ജന്മനാടേ, എൻ്റെ മിത്രങ്ങളെ പിന്നിൽ വിട്ട് വീടും ബന്ധുക്കളെയൊക്കെയും പാടെയുപേക്ഷിച്ച് യാത്രയാകുന്നിതാ ഞാൻ. എൻ്റെ പ്രിയ അമ്മേ യാത്ര, എൻ്റെ പ്രിയപ്പെട്ടവരെ യാത്ര. ഉഷ്ണകാലത്തിൻ മഞ്ഞിൻ കണം പോൽ നിർമ്മലമാ ഒരു ചെറു ചുടു കണ്ണുനീർക്കണം നിശബ്ദമായി ഇതാ
ഇറ്റുവീണിടുന്നു. ഒരു ചെറു ചുടുകണ്ണു നീർക്കണം നിശബ്ദമായി ഇതാ ഇറ്റുവീണിടുന്നു.